നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 93 ശ്ലോകങ്ങളാണ് നാം കഴിഞ്ഞ ശനിയാഴ്ച വായിച്ചത്. ഇന്ന് 94-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. വേളിക്കു തന്നെ ശിശുപാലനൊരുങ്ങി വന്നാൻ, നാളീക നേത്രനുമടുത്തെഴുന്നള്ളി നിന്നാൻ. കോലാഹലത്തൊടഗജാപുരിന്നു പോമ്പോളാലോല നേത്ര ഗരുഡധ്വജനോടണഞ്ഞാൾ. രുക്മിണി സ്വയംവരം കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേളിക്കു തന്നെ ശിശുപാലൻ ഒരുങ്ങി വന്നാൽ. ശിശുപാലൻ വേളിക്കായി, വേളി എന്ന് വെച്ചാൽ വിവാഹത്തിനായിട്ട് തയ്യാറായി വന്നു. നാളീക നേത്രനും അടുത്തെഴുന്നള്ളി നിന്നാൽ. നാളീക നേത്രനായ ശ്രീകൃഷ്ണനും അടുത്തെഴുന്നള്ളി നിന്നാൻ എന്ന് പറഞ്ഞാൽ വധുവായ രുക്മിണീ ദേവി ദർശനത്തിനെത്തുന്ന ക്ഷേത്രത്തിനടുത്ത് തയ്യാറായി നിന്നു. കോലാഹലത്തൊടഗജാപുരിയുന്നു പോമ്പോൾ. കോലാഹലത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡംബരത്തോടെ, അതായത് കൂടെ കുറെ സഖികള്, ഭടന്മാര് ഭേരീനിനാദത്തോടെയും മൃദംഗ ശംഖാദികളുടെയൊക്കെ അകമ്പടിയോടെ. അഗജാപുരി എന്ന് പറഞ്ഞാൽ പാർവതീ മന്ദിരം. അഗജ എന്ന് വെച്ചാൽ ശ്രീ പാർവതി എന്നാണ് അർത്ഥം. ആ പാർവതീ ദേവിയുടെ അമ്പലത്തിൽ നിന്നും പോകുമ്പോൾ ആലോലനേത്ര ഗരുഡധ്വജനോടണഞ്ഞാൾ. ആലോലനേത്ര, ഇളകുന്ന കണ്ണുകളോട് കൂടിയത്. അതായത് കൃഷ്ണനെ തിരയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൃഷ്ണൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇളകുന്ന കണ്ണുകളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ രുക്മിണീ ദേവി ഗരുഡധ്വജനോടണഞ്ഞാൾ. ഗരുഡധ്വജൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അതെന്താ പറയാൻ കാരണം? ഗരുഡൻ ധ്വജത്തിൽ അടയാളമായവൻ. ഗരുഡന്റെ ആ രൂപമാണ് കൃഷ്ണന്റെ കൊടിയുടെ അടയാളം. ആ അടയാളമുള്ള കൃഷ്ണനോട് അണഞ്ഞാൾ, കൃഷ്ണനോട് ചേർന്നു നിന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ബലരാമന്റെ വിവാഹശേഷം ദേവകിക്കും വസുദേവർക്കും കൃഷ്ണന്റെ വിവാഹത്തെക്കുറിച്ചായി ചിന്ത. കൃഷ്ണൻ ഇപ്പോൾ 24 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അവന് യോജിച്ച ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തന്നെ സംശയമാണ്. ബലരാമന്റെ പത്നിയായി രേവതി വന്നതുപോലെ കൃഷ്ണന്റെ പത്നിയെയും അവൻ തന്നെ കണ്ടുപിടിക്കുമായിരിക്കും എന്നവർ സമാധാനിച്ചു. വിദർഭ എന്നൊരു രാജ്യം, ആ രാജ്യം ഭരിച്ചിരുന്നത് ഭീഷ്മകൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. മൂത്ത പുത്രന്റെ പേരായിരുന്നു രുഗ്മി എന്ന്, പുത്രിയുടെ പേര് രുഗ്മിണി എന്നുമായിരുന്നു. അതിസുന്ദരിയായ രുഗ്മിണീ ദേവിയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാർത്ത പാരിലെല്ലായിടത്തും പരന്നു. രാജാവിന് തൻ്റെ മകളെ ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. ആ തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹവും രുക്മിണി രഹസ്യമായി അറിഞ്ഞു. കൃഷ്ണന്റെ ആ അത്ഭുത ചരിത്രങ്ങളെക്കുറിച്ചും ആ രൂപഭംഗിയെക്കുറിച്ചുമൊക്കെ രുക്മിണീ ദേവി നേരത്തെ തന്നെ കേട്ടിരുന്നു. അന്നു മുതൽക്ക് തന്നെ ആ കൃഷ്ണന്റെ മനോജ്ഞമായ കോമള രൂപം രുക്മിണീ ദേവിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. വിദർഭകുമാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണനും കേട്ടിരുന്നു അത്രേ. പക്ഷെ ഭീഷ്മകന്റെ മൂത്ത പുത്രനായ രുഗ്മി ജരാസന്ധന്റെ സുഹൃത്തായിരുന്നു. അതുപോലെ ജരാസന്ധന്റെ ഉറ്റ സുഹൃത്തായ ചേതി രാജാവിന്റെ മകൻ ശിശുപാലനുമായും രുഗ്മി ഉറ്റ സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രുഗ്മി തൻ്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് വാക്കുകൊടുത്തിരുന്നു. പിതാവായ ഭീഷ്മകൻ വാർദ്ധക്യം കൊണ്ട് ദുർബലനായതിനാൽ പുത്രന്റെ തീരുമാനത്തിന് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ രുക്മിണിയുടെ വിവാഹം ശിശുപാലനുമായി തീരുമാനിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രുക്മിണീ ദേവി ഈ വിവരം കേട്ട് വളരെയധികം ദുഃഖിതയായി. കൃഷ്ണദ്വേഷിയായ തൻ്റെ ജ്യേഷ്ഠനായ രുക്മിയോട് തൻ്റെ മനോഗതം അറിയിച്ചാൽ അത് അദ്ദേഹം അവഗണിക്കുകയേയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് കുറെ കരയുകയും ചെയ്തു.
പിന്നെ ഒരു ഉപായം ചെയ്യാം എന്ന് വിചാരിച്ച് വിശ്വസ്തനായ ഒരു ബ്രാഹ്മണോത്തമനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ കണ്ട് തൻ്റെ വിവരങ്ങൾ ധരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു സന്ദേശം കൊടുത്തയച്ചു. ശ്രീകൃഷ്ണൻ വന്ന് തന്നെ രക്ഷിച്ചില്ലെങ്കിൽ ദാസിയായ താൻ തൻ്റെ ജീവിതം ഭഗവാന് ബലിയർപ്പിക്കും എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ തന്നെ ആ ബ്രാഹ്മണോത്തമൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തി ശ്രീകൃഷ്ണനെ കണ്ട് രുക്മിണീ ദേവിയുടെ ആ ദയനീയ അവസ്ഥയും സന്ദേശവും ധരിപ്പിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ ആയുധസമേതനായി ആ ബ്രാഹ്മണോത്തമന്റെ കൂടെ വിദർഭ രാജധാനിയായ കുണ്ടിന നഗരിയിലേക്ക് പുറപ്പെട്ടു. രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസമായിരുന്നു വിവാഹം. തൻ്റെ അനുജൻ കുണ്ടിന നഗരിയിലേക്ക് ഒറ്റയ്ക്കാണ് പോയത് എന്നറിഞ്ഞ് ബലരാമൻ യാദവ സൈന്യവുമായിട്ട് പിന്നാലെ പോയി. പിറ്റേ ദിവസം വിവാഹഘോഷം ആരംഭിക്കുകയാണ്. ഭേരി നിനാദങ്ങളും ശംഖധ്വനികളും മുഴങ്ങി ആ നഗരം മുഴുവൻ കൊടിക്കൂറകളെ കൊണ്ടും തോരണാദ്യ അലങ്കാരങ്ങളെ കൊണ്ടും മനോഹരമായി അലങ്കരിച്ചിരുന്നു. വിവാഹ പന്തലുകളും അതിനോടനുബന്ധിച്ച ശാലകളുമെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥികളാൽ നിബിഡമായി മനോഹരങ്ങളായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് സഖികളാൽ അനുഗതയായി ഭൃത്യന്മാരുടെ അകമ്പടിയോടെ വധുവായ രുക്മിണീ ദേവി ശ്രീ പാർവതീദേവിയെ വന്ദിക്കാനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രത്തിനകത്തു കയറി പാർവതീദേവിയെ പൂജിച്ച് കൃഷ്ണൻ തന്നെ തൻ്റെ ഭർത്താവായി തീരണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പുറത്തു വന്നപ്പോൾ താൻ ദൂതനായി കൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ആ ബ്രാഹ്മണനെ അവിടെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്തു പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, കൃഷ്ണൻ എന്നെ ഉപേക്ഷിച്ചു അല്ലേ? ഈ നിസ്സാരയായ എൻ്റെ അപേക്ഷ അദ്ദേഹം തിരസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സുസ്മേരവദനായി ആ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, ഒട്ടും ഭയപ്പെടേണ്ട, അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട രുക്മിണീ ദേവിക്ക് ഇത്രയേ സന്തോഷമായുള്ളൂ എന്ന് പറയാനില്ല. ആ സന്തോഷത്താൽ തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന രത്നമാല ഊരി ആ ബ്രാഹ്മണന് കൊടുത്തു. ക്ഷേത്ര ദർശനത്തിനു ശേഷം രുക്മിണീ ദേവിയെ വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കുകയാണ്. രുക്മിണീ ദേവിയുടെ കണ്ണുകൾ കൃഷ്ണനെ തിരഞ്ഞുകൊണ്ടിരുന്നു. വിവാഹ മണ്ഡപത്തിൽ വരന്റെ വേഷത്തിൽ ശിശുപാലൻ തയ്യാറായിരിക്കുന്നു. മേളവാദ്യ ഘോഷങ്ങളോടെയും മംഗളധ്വനികളോടെയും വിവാഹ മണ്ഡപത്തിലേക്ക് സാവധാനം നടന്നു വരുന്ന വധുവിനെ കാണാനായി ഇരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഈ ജനസമൂഹത്തിൽ നിന്നും കുറച്ച് അകലെയായി ഒരു രഥത്തിൽ കൃഷ്ണനും ഉണ്ടായിരുന്നു. വധുവിന്റെ ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിന് സമീപത്തെത്തിയപ്പോൾ രഥാരൂഢനായി കൃഷ്ണൻ രുക്മിണീ ദേവിയുടെ അടുത്തു വന്ന്, രുക്മിണി, ഇതാ ഞാൻ വന്നിരിക്കുന്നു, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രുക്മിണീ ദേവിയെ എടുത്ത് രഥത്തിൽ വെച്ച് രഥം വളരെ വേഗത്തിൽ പായിച്ചു. അപ്പോഴേക്കും അവിടെ ആകെ ബഹളമായി. വധുവിനെ കട്ട കള്ളനെ ഇപ്പോൾ തന്നെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിവാഹവേദിയിലിരുന്ന ശിശുപാലനും ശിശുപാലപക്ഷക്കാരായ രാജാക്കന്മാരും കൃഷ്ണന്റെ രഥത്തിനടുത്തേക്ക് ഓടിയെടുത്തു. കൃഷ്ണൻ ഒറ്റയ്ക്കു തന്നെ ഇവരോടെല്ലാം എതിർത്ത് പോരാടി. രുക്മിണി ദേവിയുടെ സഹോദരനായ രുക്മിയും ശിശുപാലനും വളരെ ഘോരമായി തന്നെ കൃഷ്ണനോട് പോരാടി. അപ്പോഴേക്കും ബലരാമൻ യാദവ സൈന്യവുമായി അവിടെ എത്തിച്ചേർന്നു. പിന്നീടുണ്ടായ അതിഭീകരമായ പോരാട്ടത്തിൽ ശിശുപാലനും മറ്റു രാജാക്കന്മാരും തോറ്റ് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. പക്ഷെ രുക്മി പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ സഹോദരിയെ കൃഷ്ണനിൽ നിന്നും വീണ്ടെടുക്കാതെ താൻ കുണ്ടിന നഗരിയിലേക്ക് തിരിച്ചു വരില്ല എന്ന് വില്ലു തൊട്ട് സത്യം ചെയ്ത് വീണ്ടും കൃഷ്ണനുമായി യുദ്ധം ആരംഭിച്ചു. പക്ഷേ കൃഷ്ണനോട് പരാജയം തന്നെയായിരുന്നു ഫലം. രുക്മിയെ വധിക്കാനായി കൃഷ്ണൻ വാൾ കയ്യിലെടുത്തപ്പോൾ രുക്മിണീ ദേവി തൻ്റെ ജ്യേഷ്ഠനെ വധിക്കരുത് എന്ന് അപേക്ഷിച്ചു. അതിനു പകരമായി ഒരു കയർ കൊണ്ട് രുക്മിയെ ബന്ധിച്ച് രുക്മിയുടെ തലമുടിയും മീശയുമെല്ലാം അവിടെയായി മുറിച്ച് വിരൂപനാക്കി തീർത്തു. ഇത് കണ്ട ബലരാമൻ പറഞ്ഞു, ഇത് നീ ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ രുക്മി നിന്റെ സ്യാലനാണ്, അതുകൊണ്ട് അവന് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ രുക്മിണീ ദേവിക്കും അതൊരു മനോവിഷമത്തിന് കാരണമായി തീരും എന്ന്. ജ്യേഷ്ഠന്റെ വാക്കനുസരിച്ച് രുക്മിയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് തിരിച്ചയച്ചു.
രുക്മിണീ ദേവിയോടുകൂടി കൃഷ്ണൻ ദ്വാരകയിലെത്തി. ദേവകിയും നന്ദഗോപരും സന്തോഷാശ്രുക്കളോട് അവരെ സ്വീകരിച്ചു. പിന്നീട് വിവാഹത്തിന് ഒരു ശുഭമുഹൂർത്തം കുറിച്ച് കൃഷ്ണന്റെയും രുക്മിണീ ദേവിയുടെയും വിവാഹം ദ്വാരകയിൽ വെച്ച് അത്യാഡംബരപൂർവം ആഘോഷിച്ചു. വിവാഹത്തിൽ രുക്മിണീ ദേവിയുടെ മാതാപിതാക്കളും രുക്മി ഒഴിച്ചുള്ള സഹോദരന്മാരും പങ്കുചേർന്നു. രുക്മിക്ക് വിരോധം കൊണ്ടൊന്നുമല്ല വിവാഹത്തിന് പങ്കെടുക്കാതിരുന്നത്. രുക്മിണീ ദേവിയോട് ഏറ്റവും സ്നേഹമുള്ള സഹോദരൻ തന്നെയായിരുന്നു രുക്മി. കൃഷ്ണനുമായുള്ള യുദ്ധം വിധിവശാൽ സംഭവിച്ചു എന്നേ പറയാനുള്ളൂ. രുക്മിണീ ദേവിയെ വീണ്ടെടുക്കാതെ കുണ്ടിന നഗരിയിൽ പ്രവേശിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് പിന്നീട് കുണ്ടിന നഗരിയിൽ അദ്ദേഹം പ്രവേശിച്ചുമില്ല. വിദർഭയിൽ തന്നെ മറ്റൊരിടത്ത് പുതിയ കൊട്ടാരം നിർമ്മിച്ച് അവിടുത്തെ അധിപതിയായിട്ടാണ് പിന്നീട് അദ്ദേഹം വാണത്. ഈ രുക്മിണി സ്വയംവരത്തെക്കുറിച്ചാണ് പൂന്താനം തിരുമേനി വേളിക്കു തന്നെ ശിശുപാലൻ ഒരുങ്ങി വന്നാൽ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. അടുത്ത ശ്ലോകം ഇനി ശനിയാഴ്ചയാവാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ